ഹദീസിൽ പറയുന്നത് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, എല്ലാ അമലുകളും നിയ്യത്തുകളെ കൊണ്ടാണ് അല്ലാഹു സ്വീകരിക്കുക. ഹദീസാണ്. ഇന്നമൽ അഅ്മാലു, ഏതൊരു അമലും നിയ്യത്ത് കൊണ്ടാണ് അല്ലാഹു എന്ത് ചെയ്യുക, സ്വീകരിക്കുക. നിയ്യത്ത് വേണ്ടെന്ന് പറയുന്ന ഒരു ഹദീസിന് അർത്ഥം പറയുന്നത് എല്ലാ അമലുകളുടെയും പൂർത്തീകരണം നിയ്യത്ത് കൊണ്ടാണ്. അപ്പൊ നിയ്യത്തില്ലെങ്കിൽ അമൽ ശരിയാകും, പക്ഷെ എന്താവില്ല, പൂർത്തിയാവില്ല. നമ്മൾ പറയുന്നത് പൂർത്തീകരണമല്ല, അമലുകളുടെ സിഹത്ത്, അത് ശരിയാകൽ തന്നെ എന്തുകൊണ്ടാണ്, നിയ്യത്ത് കൊണ്ടാണ്. കാരണം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ പല നിയ്യത്ത് ഉണ്ടാകാം. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം തയ്യാറാണെങ്കിൽ നാലാൾ കാണണമെന്ന് വിചാരിച്ച് ഞാൻ തരാൻ പാടില്ലേ? പടച്ചോന്റെ കൂലി പ്രതീക്ഷിക്കാൻ പാടില്ലേ? അപ്പൊ നിയ്യത്ത് ചെയ്യേണ്ടത് ആരാണ്? ചെയ്യുന്ന ആൾക്ക് നിയ്യത്ത് അറിയാവുള്ളൂ, കണ്ടു നിൽക്കുന്നതൊക്കെ നിയ്യത്ത് അറിയില്ല. അപ്പൊ അതുകൊണ്ട് എന്തൊരു പ്രവൃത്തിയും അത് പടച്ചോന് വേണ്ടി ചെയ്യുന്നെന്ന് ബോധ്യപ്പെടാൻ എന്ത് വേണം? നിയ്യത്തുണ്ടായിരിക്കണം. അത് മനസ്സിൽ ഉറപ്പിക്കുക, അത് മനസ്സിലാക്കുക. ഇനി പ്രത്യേകിച്ച് നിസ്കാരം എന്ന് പറയുമ്പോൾ, നിസ്കാരം എന്തിനും നിയ്യത്ത് വേണം. നോമ്പിന് നിയ്യത്ത് വേണം, നിസ്കാരത്തിന് നിയ്യത്ത് വേണം, ഹജ്ജിന് നിയ്യത്ത് വേണം, സക്കാത്തിന് നിയ്യത്ത് വേണം. എല്ലാം നിയ്യത്ത് ചെയ്താലേ ശരിയാവുള്ളൂ. നിയ്യത്ത് ചെയ്യാതെ ഉണ്ടാവില്ല ഒരു അമലും. ഇന്നമൽ അഅ്മാലു, ഏതൊരു അമലും ശരിയാകാൻ എന്ത് വേണം? നിയ്യത്ത് വേണം. നിസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം, നോമ്പിനെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു അമലിനെ സംബന്ധിച്ചിടത്തോളം ആ അമലിന്റെ രൂപത്തിൽ വേറെ ചില കാര്യങ്ങളുണ്ടാവും. അപ്പൊ നിസ്കാരം പോലെയാണ് ശീർഷാസനം, പത്മാസനം എന്നൊക്കെ പറയുന്ന ഇതുണ്ടല്ലോ, വ്യായാമ മുറകളും യോഗയൊക്കെ ഉണ്ട്. നിസ്കാരം പോലെ തന്നെയാണ് ഏകദേശം. ശീർഷാസനം എന്ന് പറഞ്ഞാൽ നമ്മുടെ സുജൂദ് പോലെ ഇരിക്കും. അപ്പൊ നിസ്കാരവും ശീർഷാസനവും തമ്മിൽ വ്യത്യാസം ഉണ്ടാകാൻ അയാൾ എന്ത് ചെയ്യണം? ഞാനീ ചെയ്യുന്നത് നിസ്കാരം തന്നെയാണ്, ശീർഷാസനമല്ല. നോമ്പ് പോലെ തന്നെയാണ് ഉപവാസം, അല്ലേ? ഉപവാസം അങ്ങനെയല്ലേ, പട്ടിണിടക്കലല്ലേ? അപ്പൊ ഇത് ഉപവാസമല്ല, നോമ്പാണ്. മനസ്സിലായില്ലേ? അതുപോലെ എല്ലാ അമലിനും അതിനോട് സാദൃശ്യമായ മറ്റൊന്നുണ്ടാകും. സക്കാത്ത് പോലെയാണ് സദക്ക, ധർമ്മം, സദക്ക. അപ്പൊ ഇത് സദക്കയല്ല, ഇത് സക്കാത്താണെന്ന് വേർതിരിക്കാൻ എന്ത് വേണം? മനസ്സിൽ നിയ്യത്തുണ്ടാകണം. കഅബക്ക് ചുറ്റും തവാഫ് ചെയ്യുമ്പോഴാണ് അമ്പലത്തിന് ചുറ്റും എന്ത് ചെയ്യുന്നത്? പ്രദക്ഷിണം ചെയ്യുന്നത്. ഇതപ്പോ കഅബക്ക് ചുറ്റുള്ള തവാഫാണ്, മറ്റതല്ല എന്ന് ബോധ്യപ്പെടാൻ എന്ത് വേണം? നിയ്യത്തുണ്ടാകണം. അപ്പൊ ഏതൊരു പ്രവൃത്തിയും അതിനോട് സാമ്യമായ മറ്റൊന്നിൽ നിന്നും വേർതിരിയുന്നത് എന്തുകൊണ്ടാണ്? ചെയ്യുന്നയാളുടെ നിയ്യത്ത് കൊണ്ടാണ്. അതുകൊണ്ട് നിയ്യത്ത് അഭികാമ്യമാണ്, നിയ്യത്ത് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. ഇനി നിയ്യത്തിൽ 4+3+3 10 കാര്യങ്ങൾ. 4 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം. 3 തരം നിസ്കാരമുണ്ട്. ഫർദ് നിസ്കാരം, 1 ഫർദ് നിസ്കാരം, 2 സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ പോരാ, സമയം നിശ്ചയിക്കപ്പെട്ടതോ കാരണങ്ങൾ ഉള്ളതോ ആയ സുന്നത്ത് നിസ്കാരം 2. 3 നിരുപാധിക സുന്നത്ത് നിസ്കാരം. 3 തരം നിസ്കാരമുണ്ട്. കുറച്ചുകൂടെ വിശാലമായി പറഞ്ഞ കുറച്ചുകൂടെ വിശാലം ഞാൻ പിന്നെ പറയാം. അടിസ്ഥാനം 1 ഫർദ് നിസ്കാരം. ഫർദ് നിസ്കാരം എത്ര ഉണ്ട്? 5 അല്ല, 5 നമുക്ക് ദിനേനയുള്ളതുണ്ട്. 6ാമതൊരു നിസ്കാരമുണ്ട്, നേർച്ചയാക്കിയ നിസ്കാരം. അതും ഫർദാണ്. സുന്നത്തായ ഏത് നിസ്കാരവും എന്താക്കാം? നേർച്ചയാക്കാം. അപ്പൊ അതെന്തായി തീർന്നു? ഫർദായി തീർന്നു. അപ്പൊ ഞാനീ പറയാൻ പോണ കാര്യത്തിൽ നേർച്ച നിസ്കാരം കൂടി എന്ത് ചെയ്യും? ഇടും. എല്ലാ ദിവസവും ഞാൻ മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചേക്കാന്ന് നേർച്ചയാക്കിയാൽ അയാളെ നോക്കിയെടുത്തോളം മഗ്‌രിബ് പോലെ ഫർദായത്. മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം എന്തായി? ഫർദായി. അല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ ഒരു 11 മണിയാകുമ്പോൾ ഞാൻ കണ്ടേക്കാത്ത നിസ്കരിച്ചേക്കാം, നേർച്ചയാക്കിയാലോ നേർച്ച എന്തായി? അയാൾക്ക് വാജിബായത്. അപ്പോൾ ഫർദ് നമസ്കാരത്തിന്റെ നിയ്യത്തിൽ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടുണ്ടാകണം. അത് 5 നേരത്തെ ഫർദാകട്ടെ, നേർച്ചയാക്കിയ ഫർദാകട്ടെ. ഏതൊക്കെയാണ്? 1 ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം. 2 അത് ഫർദാണെന്ന് കരുതണം. 3 ഇന്ന നിസ്കാരമാണെന്ന് നിജപ്പെടുത്തണം. ഈ 3 കാര്യങ്ങൾ ഫർദ് നിസ്കാരത്തിന്റെ നിയ്യത്തിൽ 1 വിട്ടുപോയാൽ നിസ്കാരം ഉണ്ടാവില്ല. നിയ്യത്ത് ശരിയാവില്ല. നിയ്യത്ത് ശരിയായില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. മനസ്സിലായി എന്തൊക്കെയാ പറയേണ്ടത്? 1 ഇത് നിസ്കാരമാണെന്ന് കരുതണം. ഞാൻ നേരത്തെ പറഞ്ഞ ശീർഷാസനമല്ല, ഇത് നിസ്കാരമാണ്. 2 ഫർദാണ്, ഇത് ഫർദാണ്. 3 ഇന്ന നിസ്കാരമാണ്, ളുഹറാണ്, അല്ലെങ്കിൽ അസറാണ്, അല്ലെങ്കിൽ മഗ്‌രിബാണ് എന്ത് ചെയ്യണം? കൃത്യമായി കരുതണം. റക്കാത്തൊന്നും വേണ്ട. ഈ 3 ഉള്ളൂ. അത് ഞാൻ പിന്നെ ഈ 3 എന്തുള്ളൂ? ഞാൻ ഫർദിനെ നിർബന്ധമായിട്ട് 3 കാര്യങ്ങളെ എന്ത് ചെയ്യേണ്ടുള്ളൂ? ചെയ്യേണ്ടുള്ളൂ. ഈ 3ൽ 1 വിട്ടുപോയാൽ നിയ്യത്ത് എന്താവില്ല, ശരിയാവില്ല. മനസ്സിലായോ? മുസല്ലി ഫർദൽ ളുഹരി, മുസല്ലി ഫർദൽ മഗ്‌രിബി ആയി, മുസല്ലി ഫർദൽ ഇശാ നിർബന്ധമായത് കിട്ടി. പിന്നെ അപ്പോ
ഈ ഒരാൾ മഗ്‌രിബ് വിളിച്ച ശേഷം ഇശാ നിസ്കരിക്കുന്നതിന് മുമ്പായിട്ട് നിസ്കരിക്കുക, മഗ്‌രിബ് നിസ്കരിക്കുകയാണ്. ഈ സമയത്ത് എനിക്ക് നിർബന്ധമായ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ മഗ്‌രിബ് ശരിയാവുമോ? ഇല്ല. ഈ സമയത്തേക്ക് മഗ്‌രിബല്ലേ നിർബന്ധമുള്ളൂ? ആണോ? അല്ലല്ലോ. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു നിസ്കാരം കളാ ഉണ്ടെങ്കിൽ ആ കളാനുള്ള നിസ്കാരം ഈ സമയത്ത് നിർബന്ധമല്ലേ? ഈ സമയത്തല്ല, ഇതിന് മുമ്പേ നിർബന്ധമാണ്, ഇപ്പോഴും എന്താണ് നിർബന്ധമാണ്. അപ്പൊ അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ. മഗ്‌രിബ് നിസ്കാരം നിസ്കരിക്കുന്നു തന്നെ എന്ത് ചെയ്യണം? പറഞ്ഞിരിക്കണം. ഈ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? കരുതൽ. ഇനി സുന്നത്ത് നമസ്കാരം. ഈ സുന്നത്ത് നമസ്കാരത്തിലേക്ക് വരാം. നമസ്കാരത്തിന്റെ കാര്യം കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സുന്നത്താണ്. ഈ 3 അല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും സുന്നത്താണ്. ഇനി ഒരു 3 ഞാൻ പറയാം. ഒരു 3 പറയാം. ജമാഅത്തായി നിസ്കരിക്കുകയാണെങ്കിൽ, ജമാഅത്തായി ഫർള് നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ ഒരു 3 കാര്യങ്ങൾ ഒരു കാര്യം അഡീഷണൽ വരും. ഏതാ? ഇമാമാണെങ്കിൽ ഇമാമാണെന്ന് കരുതുക, മാമുമാണെങ്കിൽ മാമുമാണെന്ന് കരുതുക. ഞാൻ ഇമാമാണെന്ന് കരുതൽ ജുമയ്ക്ക് മാത്രമേ നിർബന്ധമുള്ളൂ. ജുമ അല്ലാത്ത നിസ്കാരങ്ങൾ ഞാൻ ഇമാമാണെന്ന് ഇമാമ കരുതിയില്ല എന്ന് വരച്ച നിസ്കാരത്തിന് കുഴപ്പമില്ല. പക്ഷെ ഇമാമിന് ജമാഅത്തിന്റെ കൂലി കിട്ടൂല. മാമൂമിനെ സംബന്ധിച്ചിടത്തോളം ഏത് നിസ്കാരത്തിലും ഞാൻ മാമൂമാണെന്ന് കരുതിയില്ലെങ്കിൽ നിസ്കാരം എന്താവൂല? നിസ്കാരം ശരിയാവില്ല. ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ജുമയിൽ മാത്രമേ ഞാൻ ഇമാമാണെന്ന് കരുതേണ്ടതുള്ളൂ. കാരണം ജുമ ജമാഅത്തായിട്ട് ശരിയാവുള്ളൂ, ഒറ്റയ്ക്ക് ജുമ ശരിയാവില്ല. മറ്റു നിസ്കാരങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിക്കാം. അതുകൊണ്ട് ഇമാമിന്റെ നിസ്കാരം ശരിയാണ്, ഇമാമിന് ജമാഅത്തിന്റെ കൂലി കിട്ടൂല. മാമൂമിനെ സംബന്ധിച്ചിടത്തോളം മാമൂമ് ഇമാമിന്റെ പുറകിൽ ഇമാമിന്റെ പ്രവൃത്തിയെ അനുകരിക്കുകയും ഞാൻ മാമൂമാണെന്ന് കരുതാതിരിക്കുകയും ചെയ്യുന്നത് നിസ്കാരത്തെ എന്ത് ചെയ്യും? അങ്ങനെ പറഞ്ഞാൽ മതി. ഇമാം ഞാൻ ജമാഅത്തായി നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ മതി. ഞാൻ ജമാഅത്തായി നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ ഇമാമിന്റെ കൂടി നിസ്കരിക്കുകയാണ്, അല്ലെങ്കിൽ മാമൂമായി നിസ്കരിക്കുകയാണ്. ഈ 3-4 നിയ്യത്ത് മതിയാവും. ഇമാമിനും എന്ത് കരുതിയാൽ മതി? ഞാൻ ജമാഅത്ത് നിസ്കരിക്കണമെന്ന് കരുതിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ ഇമാമായി നിസ്കരിക്കാന്ന് കരുതിയാൽ മതി. മാമൂമ് ഞാൻ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ജമാഅത്തായി നിസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മാമൂമായി നിസ്കരിക്കുന്നു. 3-4 നിയ്യത്ത് ചെയ്യാതെ മാമൂമ് നിസ്കാരം ശരിയാവില്ല. അപ്പൊ ജമാഅത്തായി ഫർള് നിസ്കരിക്കുമ്പോൾ 4ാമത്തെ കാര്യം വന്നു. ഏതാ? ജമാഅത്തിനെ കരുതൽ. ഇനി ജമ്മും കസറുമൊക്കെ ആണെങ്കിലോ, യാത്രക്കാരനാണ്, ഫർള് നിസ്കാരം ജമ്മും കസറുമൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം? 2 നിയ്യത്തോടെ വരും. ഒന്ന് ജമ്മാണെങ്കിൽ ജമ്മെന്ന് കരുതണം, കസറാണെങ്കിൽ കസറെന്ന് കരുതണം. ശരിയല്ലേ? 4 നിസ്കാരം അത് നിർബന്ധമാണ്. ഫർള് നിസ്കാരത്തിന്റെ നിയ്യത്തിൽ സാധാരണ രീതിയിൽ 3 കാര്യങ്ങൾ നിർബന്ധമുള്ളൂവെങ്കിലും ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ എത്ര കാര്യം വരും? 4. ജമ്മും കസറാണെങ്കിലോ 4 × 2 6. അതാണ് മനസ്സിലായ കാര്യം. അപ്പൊ നമ്മൾ കരുതണം ഞാൻ ഇമാമായി കരുതണം. ഒരാൾ നമ്മൾ തോണ്ടി എന്ത് ചെയ്യണം? ഞാൻ ഇപ്പോൾ മുതൽ ഇമാമാണെന്ന് കരുതിയാൽ അയാൾക്ക് എന്ത് ചെയ്യും? ജമാഅത്തിന്റെ കൂലി കിട്ടും. കരുതിയില്ലെങ്കിലും നിസ്കാരത്തിന് കുഴപ്പമില്ല. പക്ഷെ ഇനി മുതലുള്ള നിസ്കാരത്തിന് ജമാഅത്തിന്റെ കൂലി കിട്ടിയില്ല എന്ത് ചെയ്യണം? ഞാൻ ഇമാമാണെന്ന് കരുതണം. തുടർന്ന് ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഞാൻ മാമുമാണെന്ന് കരുതുകയും വേണം, അല്ലെങ്കിൽ അയാൾ നിസ്കാരം ശരിയാവില്ല. ഇമാമിന് കരുതിയിലും കുഴപ്പമില്ല, പക്ഷെ ജമാഅത്തിന്റെ കൂലി നഷ്ടം. ഇനി സുന്നത്ത് നമസ്കാരങ്ങൾ. സുന്നത്ത് നമസ്കാരങ്ങൾ 2 തരം സുന്നത്ത് നമസ്കാരമുണ്ട്. 2 തരം അല്ല. ഒന്ന് സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നമസ്കാരം, 2 കാരണമുള്ള സുന്നത്ത് നമസ്കാരം. അതിൽ തന്നെ മുന്തിയ കാരണമുള്ള സുന്നത്ത് നമസ്കാരം, പിന്തിയ കാരണമുള്ള സുന്നത്ത് നമസ്കാരം, ബിദ്അത്ത് മഖ്സൂദായ സുന്നത്ത് നമസ്കാരം, ബിൽ അർദ് മഖ്സൂദായ സുന്നത്ത് നമസ്കാരം, മുത്തലഖ് സുന്നത്ത് നമസ്കാരം. ഇങ്ങനെ പല സൈസ് സുന്നത്ത് നമസ്കാരമുണ്ട്. ഫർള് നമസ്കാരം എത്ര വരെയുള്ളൂ? 2. ഒന്ന് 5 നേരത്തെ ഫർളും പിന്നെ നേർച്ചയാക്കി നിസ്കാരം. സുന്നത്ത് നിസ്കാരത്തിലേക്ക് വരുമ്പോൾ ഒന്ന് സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരം. ഉദാഹരണം ഫർളുകൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരം. അതിന് സമയം ഉണ്ട്. അപ്പൊ അതിനകത്ത് ഒരു കാര്യം കൂടി കരുതണം. എന്താ കരുതുക? അസറിനും മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരമാണെന്ന് കരുതണം. മഗ്‌രിബിന് ശേഷം സുന്നത്ത് നിസ്കാരം എന്ത് ചെയ്യണം? മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം കൂടി കരുതണം. ഇശാക്ക് ശേഷമാകുമ്പോൾ ഇശാക്ക് ശേഷം സുന്നത്ത് നിസ്കാരം തരും. ഇശാക്ക് മുമ്പാകുമ്പോൾ ഇശാക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം. ഇശാടെ സുന്നത്ത് നിസ്കാരം എന്ന് കരുതിയാൽ പോരാ, മുമ്പും ബിമ്പും കരുതണം. എന്നാൽ അസറിന് ഒരാൾ സുന്നത്ത് നിസ്കരിക്കുകയാണ്. അസറിന്റെ സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ സുന്നത്ത് നിസ്കാരം ശരിയാണ്. സുബഹിക്ക്
അസനശേഷം ഇല്ലാത്തതുകൊണ്ട് സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ സുബഹിയുടെ സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ശരിയാകും, കാരണം ശേഷം ഇല്ല. പക്ഷെ ദുഹറിനാവുമ്പോൾ എന്ത് ചെയ്യണം? മുമ്പെന്നും ശേഷമെന്നും കരുതണം. ഇനി കുട്ടികൾക്ക് നിസ്കാരം ഫർളില്ലല്ലോ, പ്രായപൂർത്തിയാത്ത കുട്ടികൾ നിസ്കാരം ഒന്നുമില്ല. ആ കുട്ടികൾ ഫർള് നിസ്കരിക്കുകയാണെങ്കിൽ എന്ത് കരുതണം? ഞാൻ പറയാൻ വിട്ട ഒരു കാര്യം, ഫർള് നിസ്കാരം എന്ന് കരുതണം. കുട്ടികൾ ഫർള് നിസ്കരിച്ചാലും അവർക്ക് സുന്നത്തായിട്ട് ആവുള്ളൂ, കാരണം നിർബന്ധമായിട്ടില്ല, അതിന്റെ കൂലിയും മക്കും ഭാവവും കിട്ടും. പക്ഷെ അവർ നിയ്യത്തീം എന്ത് ചെയ്യണം? ഫർളായ ദുഹർ തന്നെ കരുതണം. ഇനി ഫർള് നിസ്കാരം തന്നെ മടക്കി നിസ്കരിക്കാന്ന് വിചാരിക്കാം. അപ്പോ ഇവിടെ പള്ളിയിൽ അസർ നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ താഴെ പള്ളിയുടെ മയ്യിത്ത് നിസ്കാരം ഉണ്ട്. അസർ കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ചെല്ലും നിസ്കാരം നടക്കാം. നമ്മൾ എന്ത് ചെയ്യാം? പുറത്ത് വർത്താൻ പറഞ്ഞേക്കണ്ട, എന്ത് ചെയ്യാ? കയറിയ ജമാഅത്തില് തുടരുക. അപ്പോ ആദ്യത്തെ നിസ്കാരം ഫർളായി, രണ്ടാമത്തെ നിസ്കാരം പക്ഷെ അവിടെ നിയ്യത്ത് എന്ത് ചെയ്യണം? ഫർളെന്ന് നിയ്യത്ത് ചെയ്യണം. നിയ്യത്ത് ചെയ്യേണ്ടത് ഫർള് എന്നാണ്. അത് സംഭവിക്കുന്നത് എങ്ങനെയാണ്? സുന്നത്താവും. ഫർളാണ്, നമ്മൾ ഫർള് നിയ്യത്ത് ചെയ്യണം. സുന്നത്തായിട്ട് ശരിയാവും. അല്ല, ഫർള് വീടില്ല, ഈ സുന്നത്തിന്റെ കൂലി കിട്ടും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ജുമാ നിസ്കാരത്തിന് ഒരാൾ രണ്ടാമത്തെ റക്അത്തിൽ റുക്കൂ കഴിഞ്ഞു വന്നു. രണ്ടാമത്തെ റക്അത്തിൽ റുക്കൂയിൽ ഇമാം ഉയർന്നതുവരെ ജുമ കിട്ടുള്ളൂ. ഷട്ടർ അടച്ചു വന്നപ്പോൾ എന്ത് ചെയ്തു? ഇമാം രണ്ടാമത്തെ റക്അത്തിൽ റുക്കൂയിൽ നിന്ന് ഉയർന്നു. ഇനി എന്താ പണിയുള്ളത്? ഇനി ജുമാന്ന് നിയ്യത്ത് ചെയ്ത് തുടരുകയും 4 റക്അത്ത് നിസ്കരിക്കുകയും വേണം. അങ്ങനെയാണോ ഇവിടെ ചെയ്യണേ? റക്അത്ത് 4 വേണ്ട, ജുമാന്ന് നിയ്യത്ത് നിസ്കരിക്കും. ജുമാ 2 ഉള്ളൂ. ജുമാന്ന് നിയ്യത്ത് ചെയ്ത് തുടരുകയും 4 റക്അത്ത് നിസ്കരിക്കുകയും വേണം. അത് സംഭവം എന്തായിട്ട് മാറും? ളുഹറായിട്ട് മാറും. പക്ഷെ ളുഹറൊന്നും നിയ്യത്ത് ചെയ്യാൻ പാടില്ല. അതാണ് നിയ്യത്ത് പോലെയല്ല മയ്യത്ത് വരിക. നിയ്യത്ത് വേറെയാണ്, സംഭവം സംഭവിക്കുന്നത് വേറെയാണ്. അതിന് 2 ഉദാഹരണം ഞാൻ പറഞ്ഞത്. ജുമാ കഴിഞ്ഞു വന്നാൾ പിന്നെ ളുഹർ സ്കരിച്ചിട്ട് വേണ്ടി പോയാൽ ളുഹറെന്ന് നിയ്യത്ത് ചെയ്ത് ളുഹർ സ്കരിച്ചിട്ട് എന്ത് ചെയ്യാം? പോവുക. അത്തഹിയ്യാത്ത് രണ്ടാമത്തെ റക്അത്തിൽ റുക്കൂവിന് ശേഷം എന്ത് കിട്ടിയാലും 4 റക്അത്ത് തന്നെ നിസ്കരിക്കണം. ജുമാന്ന നിയ്യത്തും ചെയ്യണം. അപ്പോ ഞാനീ പറഞ്ഞ സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളിലും കാരണമുള്ള സുന്നത്ത് നിസ്കാരങ്ങളിലും 2 കാര്യം ചെയ്താൽ മതി. ഫർളിൽ എത്ര കാര്യം പറഞ്ഞത്? ഫർള് നിസ്കാരത്തിന്റെ നിയ്യത്തിൽ എത്ര കാര്യം വേണം? 3 കാര്യം. ഈ പറഞ്ഞ സുന്നത്ത് നിസ്കാരങ്ങൾ 2 കാര്യം മതി. 1, ഞാനിത് നിസ്കരിക്കുകയാണെന്ന് കരുതണം. 2, ഇന്ന നിസ്കാരമാണെന്ന് കരുതണം. സുന്നത്താണെന്ന് കരുതണ്ട. ഫർളിൽ എന്ത് ചെയ്യണമായിരുന്നു? ഫർളാണെന്ന് കരുതണം. ഇവിടെ എന്ത് ചെയ്താൽ മതി? നിർബന്ധമില്ലാതെ പറഞ്ഞിട്ടോ, നിർബന്ധമില്ല. അപ്പൊ മഗ്‌രിബിന് ശേഷം സുന്നത്ത് നിസ്കരിക്കാൻ എന്ത് കരുതിയാൽ മതി? മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത് ഞാൻ മഗ്‌രിബിന് ശേഷമുള്ള നിസ്കാരം എന്ത് ചെയ്യാണ്? നിസ്കരിക്കുകയാണെന്ന് കരുതിയാൽ മതി. അവിടെ സുന്നത്ത് ഫർള് സുന്നത്ത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടത് ഇല്ല. മുസല്ലി മഗ്‌രിബിന് ശേഷമുള്ള നിസ്കാരം എന്ന് കരുതിയാൽ മതി. മഗ്‌രിബിന് ശേഷമുള്ള നിസ്കാരം ഇതാണല്ലോ. ഇനി മൂന്നാമതൊന്നുണ്ട്. ഇത് ഒന്നുമല്ല, സമയമില്ല, കാരണമില്ലാത്ത നിസ്കാരം. അപ്പൊ എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കണം എന്ന് തോന്നുന്നു, നിസ്കരിക്കാൻ പാടില്ലേ? അതിന് മുത്തലക്കായ സുന്നത്ത് നിസ്കാരം എന്ന് പറയും. എന്താ പേര്? നിരുപാധികം എന്ന് പറഞ്ഞാൽ ഒരു സമയത്തോടോ കാരണത്തോടോ ബന്ധിക്കാത്ത നിസ്കാരത്തിനാണ് എന്ത് പറയുക? നിരുപാധികം. അത് എത്രയും നിസ്കരിക്കാം. അതിന് ഒരു കാര്യമേ നിർബന്ധമുള്ളൂ നിയ്യത്തിൽ, ഞാൻ നിസ്കരിക്കുന്നു എന്ന് മാത്രം. ഉസല്ലി ഇത് മതി. ഉസല്ലി അല്ലാഹു അക്ബർ 2 റക്അത്ത് നിസ്കരിക്കാം. പിന്നെ എണീറ്റ് ഉസല്ലി അല്ലാഹു അക്ബർ നിസ്കരിക്കാൻ 2 റക്അത്ത്. എന്തേ ഉള്ളൂ. അപ്പൊ 3 കാര്യം മനസ്സിലാക്കി. ഒന്ന് ഫർള് നിസ്കാരത്തിന്റെ നിയ്യത്തിൽ 3 കാര്യം, നോർമലി 3 കാര്യം. മുത്തലക്കായ സമയമോ കാരണമോ ഉള്ള സുന്നത്ത് നിസ്കാരത്തിൽ 2 കാര്യം. ഇതൊന്നുമില്ലാത്ത സുന്നത്ത് നിസ്കാരത്തിൽ 1 കാര്യം. ഇതാണ് നിയ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരമുണ്ട്, കാരണമുള്ള സുന്നത്ത് നിസ്കാരമുണ്ട്. അതിലൊന്ന് ഞാൻ പറഞ്ഞു, സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരത്തിന് ഉദാഹരണം ഫർളുകൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരം. രണ്ടാമത്തെ ഒരു ഉദാഹരണം പറഞ്ഞേ, ളുഹാസ്കാരം. സമയമുണ്ട് അതിന്. ളുഹാസ്കാരത്തിന് സമയം എപ്പോഴാണ്? സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞത് മുതൽ സൂര്യൻ മധ്യാഹ്നത്തിൽ എത്തുന്നവരാണ് ളുഹയുടെ സമയം. പിന്നെ ഒരു നിസ്കാരം ഉദാഹരണം, മൂന്നാമത്തെ ഉദാഹരണം പറഞ്ഞേ, സമയം നിശ്ചയിക്കപ്പെട്ട ഒരു സുന്നത്ത് നിസ്കാരത്തിന് ഉദാഹരണം മൂന്നാമത്തെ ഗ്രഹണസ്കാരം ഉണ്ട്. ഗ്രഹണസ്കാരം സാധാരണ സംഭവിക്കുന്നതല്ല. ഇഷ്റാഖ് നിസ്കാരം ഉണ്ട്, വിത്ർ നിസ്കാരമുണ്ട്, തഹജ്ജുദ് നിസ്കാരമുണ്ട്. ഇങ്ങനെ സമയം നിശ്ചയിക്കപ്പെട്ട സംസ്കാരങ്ങളുണ്ട്. ഇനി കാരണമുള്ള നിസ്കാരങ്ങൾ, ഈ പറഞ്ഞത് കൃത്യമായ സമയമുള്ളതാണ്. ഇനി പറയാൻ പോണത് കൃത്യമായ സമയമില്ല,
എന്നാൽ പ്രത്യേകിച്ച് ഒരു കാരണമുണ്ടാകുന്ന നിസ്കരിക്കേണ്ട നമസ്കാരം. ഉദാഹരണം പറഞ്ഞേ, ഗ്രഹണ നമസ്കാരം, മഴയ്ക്ക് വേണ്ടി നമസ്കാരം, ഗ്രഹ നമസ്കാരം പറഞ്ഞല്ലോ. പിന്നെ ഇസ്തിഖാറ നമസ്കാരം വിടും. പിന്നെ മയ്യിത്താൻ ഫർളാണല്ലോ, അത് വേറെ. പിന്നെ ഒളുവിന് ശേഷമുള്ള ഉണ്ടാക്കാത്ത നമസ്കാരം, ഒളുവിന് ശേഷമുള്ള അത് കൊടുക്കും. പള്ളിയിൽ കയറിയാൽ ഉണ്ടാക്കാത്ത നമസ്കാരം. ഇതൊക്കെ എന്താണ്? പ്രത്യേക സമയമൊന്നുമില്ല, ഒരു കാരണം ഉണ്ടാകണം. പള്ളി കയറുന്നു എന്നുള്ളതാണ് തഹിയ്യത്തിന്റെ കാരണം. ഒളു എടുത്തു എന്നുള്ളതാണ് ഒളുവിന്റെ ശേഷമുള്ള നമസ്കാരത്തിന്റെ കാരണം. ഗ്രഹണമുണ്ടായി എന്നുള്ളതാണ് ഗ്രഹണസ്കാരത്തിന്റെ കാരണം. ഇതൊക്കെ പ്രത്യേക സമയമൊന്നുമില്ല, പക്ഷെ എന്തുണ്ട്? കാരണമുണ്ട്. ഇനി കാരണമുള്ള നിസ്കാരം തന്നെ രണ്ടു തരമുണ്ട്. കാരണം മുന്തിയത്, കാരണം പിന്തിയത്. കാരണം പിന്തിയതിന്റെ ഉദാഹരണം, കാരണം മുന്തിയതിന്റെ ഉദാഹരണം. കാരണം മുന്തിയതിന്റെ ഉദാഹരണം ആദ്യം കാരണം ഉണ്ടാകുന്നു, പിന്നെ നിസ്കാരം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞേ. കാരണം ഉണ്ടായിട്ട് പിന്നെ നിസ്കാരം. ഉദാഹരണം പറഞ്ഞു, ഇപ്പൊ പറഞ്ഞ കൂട്ടത്തിലുണ്ട് പള്ളി കയറുന്ന നിസ്കാരം. അതിന്റെ കാരണം എപ്പോ ഉണ്ടായി? നിസ്കരിക്കുന്നതിന് മുമ്പ് കാരണം ഉണ്ടായി. ഇനി ഒളുവിന്റെ നിസ്കാരം, ഒളു ചെയ്തു എന്ന കാരണം അത് മുമ്പുണ്ടായി, അതിനുശേഷം ചെയ്യുന്നു, നിസ്കാരം വരുന്നു. പിന്നെ തവാഫിന്റെ നിസ്കാരം, കഅബ തവാഫ് ചെയ്തു എന്ന കാരണം ഉണ്ടായപ്പോഴാണ് ശേഷം എന്ത് ചെയ്യേണ്ടി വന്നത്? നിസ്കരിക്കേണ്ട. അപ്പൊ ഇതെല്ലാം ഏതാണ്? കാരണം മുന്തി, കാരണം ഉണ്ടായതിനു ശേഷം നിസ്കാരം വരുന്നു. ഇനി വേറെ ചിലതുണ്ട്, ആദ്യം നിസ്കാരം ഉണ്ടാകുന്നു, പിന്നെ കാരണം. ഈ നിസ്കരിക്കേണ്ടി വന്ന കാരണം പിന്നെയാണ് ഉണ്ടാകണത്. ഉദാഹരണം, യാത്രക്കാരൻ നിസ്കാരം, യാത്രയ്ക്ക് മുമ്പാ നിസ്കാരം. ഈ നിസ്കരിക്കേണ്ടി വന്ന കാരണം യാത്രയാണ്, അത് ഉണ്ടാകാൻ പോകുന്നേ ഉള്ളൂ. ഇനി ഇഹ്റാമിന്റെ നിസ്കാരം, ഹജ്ജിന് ഉംറയ്ക്ക് ഇഹ്റാം കെട്ടുമ്പോൾ നിസ്കരിച്ചിട്ടാണോ ഇഹ്റാം കെട്ടുന്നത്? നിസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു? ഇഹ്റാം കെട്ടും. നിസ്കാരം കഴിഞ്ഞിട്ട് ഇഹ്റാം കെട്ടുന്നു. അപ്പൊ അതിന്റെ കാരണം അങ്ങനെയുള്ള നിസ്കാരങ്ങൾ മനസ്സിലായോ? രണ്ടു തരങ്ങൾ പറഞ്ഞല്ലോ. അപ്പൊ കാരണം മുന്തിയതുകൊണ്ട് കാരണം. കഴിഞ്ഞ ആഴ്ച നമ്മളൊരു കാര്യം പഠിച്ചു, സുബഹിക്ക് ശേഷം നിസ്കരിക്കാൻ പാടില്ല ഉദയം വരെ, നട്ടുച്ചയ്ക്ക് നിസ്കരിക്കാൻ പാടില്ല, അസറിന് ശേഷം നിസ്കരിക്കാൻ പാടില്ല അസ്തമയം വരെ. ഏത് നിസ്കാരങ്ങളാണ് ഈ സമയത്ത് പാടില്ല എന്ന് പറഞ്ഞത്? സുന്നത്ത് നിസ്കാരങ്ങൾ. ഏത് സുന്നത്ത് നിസ്കാരം? എല്ലാ സുന്നത്ത് നിസ്കാരവും അല്ല. പിന്തിയ കാരണമുള്ള സുന്നത്ത് നിസ്കാരങ്ങളെ പാടില്ലാത്തുള്ളൂ. മുന്തിയ കാരണമുള്ള സുന്നത്ത് നിസ്കാരം, പിന്തിയ കാരണമുള്ള സുന്നത്ത് നിസ്കാരങ്ങളാണ് പാടില്ല. അതായത് യാത്രയുടെ നിസ്കാരം പാടില്ല. കാരണം എന്താ? യാത്ര ഇനി ഉണ്ടാകാൻ പോകുന്നതാണ്, കാരണം പിന്നീടാണ്. അസറിന് ശേഷം പാടില്ല, അസറിനേശം പാടില്ല. പക്ഷെ ഒരാൾ അസറിന് മുമ്പ് സുന്നത്ത് നിസ്കരിച്ചില്ല, അയാൾക്ക് എന്ത് ചെയ്യാം? അസറിന് നിസ്കരിക്കാം. കാരണം എന്താ? അത് സമയം നിശ്ചയിക്കപ്പെട്ട നമസ്കാരമാണ്. അപ്പൊ സമയം നിശ്ചയിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളോ ഫർദ് നിസ്കാരങ്ങളോ ഒരു സമയത്തും എന്തല്ല? നിഷിദ്ധമല്ല. സുബഹിക്കേശവും നിഷിദ്ധമല്ല, അസറിനേശവും നിഷിദ്ധമല്ല. ഏത് നിസ്കാരം മാത്രമാണ് പാടില്ല എന്ന് പറഞ്ഞത്? കാരണം പിന്തിയ, അതായത് നിസ്കരിച്ചതിന് ശേഷമാണ് ഇതിന്റെ കാരണം ഉണ്ടാവും. ഉദാഹരണത്തിന് യാത്രയുടെ നിസ്കാരം, ഇഹ്റാമിന്റെ നിസ്കാരം, ഇതൊക്കെയാണ് ഈ സമയത്ത് പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ നിരുപാധിക സുന്നത്ത് നിസ്കാരങ്ങളും പാടില്ല. ഞാൻ ഉസല്ലി എന്ന് പറഞ്ഞ നിസ്കരിക്കുന്ന നിസ്കാരം ഉണ്ടല്ലോ, ഇതൊന്നും ഈ 3 സമയത്ത് പാടില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ മഗ്‌രിബിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ? അത് പറഞ്ഞില്ല, പറയണം. മാബൈന കുല്ലി അദാനൈനി സലാത്ത്, എല്ലാ രണ്ട് മാബൈന കുല്ലി അദാനൈനി സലാത്ത്, എല്ലാ 2 ബാങ്കുകളുടെ ഇടയിലും നിസ്കാരം ഉണ്ടെന്ന് ഹദീസുണ്ട്. ബാങ്കിന്റെയും ഇഖാമത്തിന്റെ ഇടയിൽ നിസ്കാരമുണ്ട്. ലിമൻ ഷാ ലിമൻ ഷാ ലിമൻ ഷാ എന്ന് 3 വട്ടം വിശ്വാസം പറയും. വേണ്ടുന്നവന് നിസ്കരിക്കാം, വേണ്ടുന്ന നിസ്കരിക്കാം. സുന്നത്ത് നിസ്കാരമാണ്. അപ്പൊ എല്ലാ നിസ്കാരങ്ങൾക്കും മുമ്പ് എന്തുണ്ട്? സുസ്കാരമുണ്ട്. ബാങ്കും ഇഖാമത്തും എവിടെയുണ്ട് അതിന്റെ ഇടയിലെല്ലാം എന്തുണ്ട്? സുന്നത്ത് നിസ്കാരമുണ്ട്. ഇനി ഒരു കാര്യം കൂടി അതുണ്ട്. നമ്മൾ നിസ്കരിക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച എൻ്റെ വിശദീകരണം പറഞ്ഞിരുന്നു. നമ്മൾ നിസ്കരിക്കുന്നില്ല എന്നുള്ളതാണ് സുന്നത്ത് നിസ്കാരം ഉണ്ട്. അത് തുടങ്ങാത്തതിൻ്റെ സാഹചര്യമൊക്കെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ഇനി വേറെ പുതിയ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ നിസ്കാരം തന്നെ ബിദ്അത്ത് മഖ്സൂദായ നിസ്കാരവും ബിൽ അർദ് മഖ്സൂദായ നിസ്കാരവും ഇങ്ങനെ 2 തരമുണ്ട്. എന്ന് പറഞ്ഞാൽ ആ നിസ്കാരം ലക്ഷ്യമാക്കപ്പെടുന്ന നിസ്കാരവും ലക്ഷ്യമാക്കപ്പെടാത്ത നിസ്കാരമുണ്ട്. എന്ന് പറഞ്ഞാൽ ആ നിയ്യത്തിൽ തന്നെ അങ്ങനെ ചെയ്തിരിക്കേണ്ട നിസ്കാരമുണ്ട്, ആ നിയ്യത്തിൽ തന്നെ അങ്ങനെ ചെയ്യണമെന്നില്ല, ആ സമയത്തൊരു നിസ്കാരം സംഭവിച്ചാൽ മതി, അങ്ങനെയുള്ള നിസ്കാരമുണ്ട്. ഉദാഹരണം, ഈ നിസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള നിസ്കാരം അത് ആ നിയ്യത്തിൽ തന്നെ ആ സമയത്ത് നിസ്കരിച്ചിരിക്കണം.
വേറൊന്നും കൊണ്ട് പരിഹരിക്കപ്പെടണമെങ്കിൽ. ഒളൂന് ശേഷമുള്ള നിസ്കാരം അത് ലക്ഷ്യമാക്കപ്പെടുന്ന ഒരു നിസ്കാരമല്ല. ഒളൂ എടുത്തു കഴിഞ്ഞാൽ 2 റക്അത്ത് ആ നിയ്യത്തിൽ നിസ്കരിക്കണമെന്നില്ല. എന്തേ ഉള്ളൂ? ഒളൂ എടുത്തു കഴിഞ്ഞാൽ ഒരു നിസ്കാരം സംഭവിക്കണമേ എന്നുള്ളൂ. ഏത് നിസ്കാരം സംഭവിച്ചാലും അത് എന്താകും? ഏത് നിസ്കാരം. ഒരാൾ ഒളൂ എടുത്ത് വന്നിട്ട് ഫർള് കൈ കെട്ടി, അയാൾക്ക് ഒളൂന്റെ നിസ്കാരം കിട്ടി. ഞാൻ പറയാം. അപ്പൊ അത് അങ്ങനെയുള്ള നമസ്കാരമുണ്ട്. ഉദാഹരണം ഒളൂന്റെ തഹിയ്യത്ത് നിസ്കാരം, പള്ളി കയറിയുള്ള നമസ്കാരം, അത് ബിദ്അത്ത് മഖ്സൂദല്ല. പള്ളി കയറിയാൽ എങ്ങനെ 2 റക്അത്ത് തഹിയ്യത്തിന്റെ സുന്നത്ത് നിസ്കാരം നിയ്യത്ത് വെച്ച് നിസ്കരിക്കണം എന്നൊന്നുമില്ല. പള്ളിയിൽ കയറിയാൽ ഏത് നിസ്കാരം നിസ്കരിച്ചാലും അതെന്തായി? തഹിയ്യത്തായി. ഒരാൾ വരുമ്പോൾ ഇഖാമത്ത് കൊടുത്തിരിക്കുക, അയാൾ ഫർളിന് കൈ കെട്ടി, അയാൾക്ക് എന്ത് കിട്ടി? തഹിയ്യത്ത് കിട്ടി. അപ്പൊ ഇതാണ് ബിൽ അർദ് മഖ്സൂദ്. അത് ലക്ഷ്യമല്ലാത്ത നിസ്കാരം. ഒളൂന്റെ നിസ്കാരം, തഹിയ്യത്ത് നിസ്കാരം, യാത്രയുടെ നിസ്കാരം, അതും എന്തല്ല? ലക്ഷ്യമല്ല. യാത്രക്ക് ഇറങ്ങുന്നതിന് മുമ്പ് 2 റക്അത്ത്, യാത്രക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിസ്കാരം ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. ആ നിയ്യത്ത് ചെയ്ത് അങ്ങനെ നിസ്കരിച്ചോളുന്നില്ല. ആ നിസ്കാരം ലക്ഷ്യമല്ല. 3 നിസ്കാരം മനസ്സിലായത് നിങ്ങൾക്ക്? ഇനി ഇതല്ലാത്ത നിസ്കാരങ്ങളുണ്ട്. ആ നിസ്കാരം തന്നെ ലക്ഷ്യമാണ്. നേരത്തെ പറഞ്ഞല്ലോ, അസറും 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം വേണമെന്ന് പറഞ്ഞാൽ ആ നിയ്യത്ത് നിസ്കരിക്കണം. അതാ ലക്ഷ്യമാണത്. അത് വേറെ എന്തെങ്കിലും നിസ്കാരം സംഭവിച്ചാൽ പോരാ, ആ നിയ്യത്തിൽ തന്നെ നിസ്കരിച്ചിരിക്കണം. ഇനിയിപ്പം ചോദിച്ചല്ലോ കൂലി കിട്ടുമെന്ന് ചോദിച്ചല്ലോ, അതിന് മറുപടി നിയ്യത്ത് ചെയ്താൽ കൂലി കിട്ടും. നിയ്യത്ത് ചെയ്താൽ കൂലി കിട്ടും. അവൻ ഏത് നിസ്കാരം നിസ്കരിക്കുന്നു ആ നിസ്കാരത്തിൽ മറ്റേതിന്റെ നിയ്യത്ത് കൂടി ചെയ്താൽ കൂലി കിട്ടും. നിയ്യത്ത് ചെയ്തില്ലെങ്കിൽ അവൻ ആ നിസ്കാരം നിസ്കരിച്ചു എന്നാകും. നിസ്കരിച്ചില്ല എന്നുള്ള ഒരു കറാഹത്ത് അവൻ എന്ത് ചെയ്യില്ല, വരൂല. പടച്ചോന്റെ ഭാഗത്തുള്ള ചോദ്യം ഉണ്ടാവില്ല. പക്ഷെ അതിനൊരു കൂലി ഓഫർ ചെയ്തിട്ടുണ്ടല്ലോ, ആ കൂലി കിട്ടില്ല എന്ത് ചെയ്യണം? നിയ്യത്ത് ചെയ്യണം. വല്ല സംശയമുണ്ടോ? അപ്പൊ ഒരാള് ളുഹാസ്കരിക്കാണ്, പള്ളി കയറി ഒളൂടുത്ത് ളുഹാസ്കരിക്കാണ് രാവിലെ 9 മണിക്ക്. ഒളൂടുത്ത് പള്ളി കയറി ളുഹാസ്കരിച്ചാൽ അയാൾക്ക് 3 നിയ്യത്ത് ചെയ്യാം. ഏതൊക്കെ പറഞ്ഞേ? പള്ളി കയറി തഹിയ്യത്ത്, ഒളൂന് ശേഷമുള്ള നിസ്കാരം, ളുഹാസ്കാരം. ഈ 3 നിയ്യത്ത് അയാൾ ചെയ്താൽ അയാൾക്ക് 3 നിസ്കാരം നിസ്കരിച്ച കൂലി അയാൾക്ക് എന്ത് ചെയ്യും? കിട്ടും. ഇനി അയാൾ ളുഹാടെ മാത്രം നിയ്യത്ത് ചെയ്താലോ? അയാൾക്ക് തഹിയ്യത്തും കിട്ടി, ഒളൂന് നിസ്കാരം കിട്ടിയെന്ന് പറഞ്ഞാൽ കൂലി കിട്ടൂല. നിസ്കരിച്ചതായിട്ട് അയാളെ കണക്കാക്കപ്പെടും. അയാൾ എന്തുകൊണ്ട് നിസ്കരിച്ചില്ല എന്നുള്ളൊരു കറാഹത്ത്, ചോദ്യം പറച്ചിലൊന്നും ഉണ്ടാവില്ല. കൂലി കിട്ടുന്ന എന്ത് ചെയ്യണം? നിയ്യത്തിനെ കൂലിയുള്ളൂ. ഒളൂടുത്ത് ഫർള് നിസ്കരിച്ചാൽ ആ ഫർളിന് ശേഷവും ഫർളിലും ഈ നിയ്യത്ത് അയാളുടെ മനസ്സിലുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യും? കൂലി കിട്ടും. നിയ്യത്തില്ലെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യും? നിസ്കരിച്ചവനായിട്ട് കണക്കാക്കപ്പെടും. കറക്റ്റ് അല്ലേ? കൂലി കിട്ടൂല. കൂലി കിട്ടാൻ നിയ്യത്ത് വേണം. ഞാനൊരാൾക്ക് 500 രൂപ കൊടുത്തു, നിയ്യത്ത് ഉണ്ടെങ്കിലേ കൂലി കിട്ടുള്ളൂ. കൊടുത്തൻ ഷെയ്ഖാന്റെ കയ്യൊക്കെ തരും. പടച്ചോന്റെ അടുത്ത് കൂലി കിട്ടുന്ന എന്ത് ചെയ്യണം? ഇത് ഞാൻ എന്റെ സദഖയാണെന്ന് നിയ്യത്ത് ചെയ്ത് കൊടുക്കണം. നിയ്യത്തിനെ പടച്ചോൻ കൂലി തരും. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്. ഏത് അമലും നിയ്യത്തനുസരിച്ച് പടച്ചോൻ എന്ത് ചെയ്യുള്ളൂ? കൂലി തരുള്ളൂ. മനസ്സിലായില്ലേ? ഇനി അപ്പൊ ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് നിയ്യത്ത് എന്ത് ചെയ്യണം? നിയ്യത്ത് എങ്ങനെ ചെയ്യണ്ടേ? ശവ്വാല് 10 ചെറിയ പെരുന്നാൾ ആണോ? ശവ്വാല് 10 ശവ്വാല് 1 മറ്റത് ദുൽഹിജ്ജ് 10. അപ്പൊ ചെറിയ പെരുന്നാൾ നിസ്കാരം ശവ്വാൽ 1 നിസ്കരിക്കാൻ പറ്റുള്ളൂ. അതിന് ഒരു ദിവസം മുമ്പും പറ്റൂല, ഒരു ദിവസം കഴിഞ്ഞും പറ്റൂല. അപ്പൊ ഇനി എന്താ നിയ്യത്ത് ചെയ്യേണ്ടത്? എന്നാലും നിയ്യത്ത് എങ്ങനെ ചെയ്യണം? ചെറിയ പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരം നിയ്യത്ത് ചെയ്യണം. വലിയ പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരം കാരണം ചെറിയ പെരുന്നാളിന്റെയും വലിയ പെരുന്നാളിന്റെ നിസ്കാരം ഒരുപോലെയാണ്. വലിയ വ്യത്യാസം ഉണ്ടോ? ഇല്ല. അപ്പൊ ഇനി ചെറിയ പെരുന്നാളാണോ വലിയ പെരുന്നാളാണോ എന്ന് വേർതിരിയാൻ വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യണം? ചെറിയ പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരമൊന്നും വലിയ പെരുന്നാളിന്റെ സുന്നത്ത് നിസ്കാരമൊന്നും കരുതണം. ഇതുപോലെ അസറിന് മുമ്പുള്ള ദുഹറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരമെന്ന് കരുതണമെന്ന് പറഞ്ഞതുപോലെ അത് ഏതിൽപ്പെട്ടതാണ്? സമയം നിശ്ചയിക്കപ്പെട്ട നിസ്കാരത്തിൽപ്പെട്ടതാണ്. ഏത്? പെരുന്നാൾ നിസ്കാരങ്ങൾ. ഗ്രഹണസ്കാരം അങ്ങനെയാണ്. 2 തരം ഗ്രഹണസ്കാരം ഉണ്ട്. ഏതൊക്കെയാ? സൂര്യഗ്രഹണം കഴിഞ്ഞ ആഴ്ച നിസ്കരിച്ചായിരുന്നോ? ഇല്ല. അതാ ശരി. അപ്പൊ സൂര്യഗ്രഹണം ഉണ്ട്, ചന്ദ്രഗ്രഹണം, രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ ഒന്നിൽ നിന്ന് വേർതിരിയാൻ വേണ്ടി എന്ത് ചെയ്യണം? സൂര്യഗ്രഹണസ്കാരമൊന്നും ചന്ദ്രഗ്രഹണസ്കാരമൊന്നും പ്രത്യേകിച്ച് നിയ്യത്ത് ചെയ്തിരിക്കണം. മനസ്സിലായില്ലേ? 3ന്റെ നിയ്യത്ത് മനസ്സിലായില്ലേ? ഇനി ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സുന്നത്താണ്. നിയ്യത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒഴിച്ച് ഫർളിലെ 3, സുന്നത്തിലെ 2, മുത്തലക്ക സുന്നത്തിലെ 1, ഇത് കഴിച്ച് ബാക്കി പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ്? ബാക്കി എന്തൊക്കെയാ പറയാ? 1 അള്ളാഹുവിന് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്ന് പറയുന്നത് എന്തേ ഉള്ളൂ? സുന്നത്തുള്ളൂ. പിന്നെ ആർക്ക് വേണ്ടി നിസ്കരിക്കുക?
നമ്മളൊക്കെ നിസ്കരിക്കുന്നതിന് വേണ്ടിയാ? സ്വർഗം കിട്ടാനാ. സ്വർഗം കിട്ടാൻ വേണ്ടി നിസ്കരിക്കേണ്ട കാര്യം നിസ്കരിക്കരുത്. കാരണം സ്വർഗം കിട്ടാൻ വേണ്ടി നിസ്കരിക്കാന്ന് പറഞ്ഞാൽ എന്താ? പണിയെടുത്തതിന് പടച്ചവനോട് കൂലി ചോദിക്കില്ല. പടച്ചവനെ ഞാൻ നിസ്കരിക്കേണ്ടതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം? കൂലിയായിട്ട് സ്വർഗം വേണമെന്ന് പറയില്ല. അതിന് പടച്ചവനോട് കൂലി ചോദിക്കാൻ അധികാരമുണ്ടോ? അധികാരമുണ്ടോ? നിസ്കരിച്ചിട്ട് സ്വർഗം ചോദിക്കാൻ, പടച്ചവനോട് സ്വർഗം ചോദിക്കാൻ അവകാശമുണ്ടോ നമുക്ക്? ആദ്യം തന്നതിന് എന്തെങ്കിലും കൊടുക്കേണ്ടേ പടച്ചവന്? ഈ കണ്ണും കാലും കൈയും ഈ സമ്പത്തും ആരോഗ്യവും ഈ സ്വസ്ഥതയൊക്കെ തന്നതിന് വല്ലതും കൊടുത്തിട്ടുണ്ടോ? കിട്ടിയതിന് കൊടുത്തിട്ടില്ല. എന്നിട്ടാണ് ഈ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് സ്വർഗം ചോദിക്കണത്. സ്വർഗം കിട്ടാനല്ല നിസ്കാരം. നിസ്കാരം എന്തിനാ? അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് നിസ്കാരം. അപ്പൊ അത് അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞാൽ എന്തേ ഉള്ളൂ? സുന്നത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ? ഈ നിയ്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ എന്തൊക്കെ പറയാ? അള്ളാഹ്ക്ക് വേണ്ടി. പിന്നെ എന്താ പറയാ? അതാത് കലാ എന്തേ ഉള്ളൂ? സുന്നത്തുള്ളൂ. ഒരാൾ കലാ നിസ്കരിക്കുകയാണെങ്കിൽ കലാ എന്ന് കരുതലും, അതാണെങ്കിൽ അതാന്ന് കരുതലും സുന്നത്തുള്ളൂ. പിന്നെ എന്താ? കിബിലക്ക് മുന്നിട്ട് എന്തേ ഉള്ളൂ? സുന്നത്തേ ഉള്ളൂ. കിബിലക്ക് മുന്നിട്ട് നിസ്കരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കരുതൽ എന്തേ ഉള്ളൂ? സുന്നത്തേ ഉള്ളൂ. പിന്നെ എന്താ? റക്അത്തിന്റെ എണ്ണം എന്തേ ഉള്ളൂ? സുന്നത്തുള്ളൂ. ഇതെല്ലാം സുന്നത്തുകളാണ്. മനസ്സിലായില്ലേ? അപ്പൊ 4 കാര്യങ്ങൾ സുന്നത്ത്. അതാണ് 4+3+3 എന്ന് പറഞ്ഞ് മനസ്സിലായോ? അള്ളാഹ്ക്ക് വേണ്ടി, കിബിലക്ക് മുന്നിട്ട്, അതായത് കലാ, റക്അത്തുകൾ. ഈ 4 സുന്നത്ത്. ആദ്യം പറഞ്ഞ 3 ഫർള്. പിന്നെ ജമാഅത്താണെങ്കിൽ ജമാഅത്ത് എന്ന് കരുതൽ ഫർള്. പിന്നെ ജമ്മാണെങ്കിൽ ജമ്മെന്ന് കരുതൽ, കസറാണെങ്കിൽ കസർ. അപ്പൊ 4+3+3. ഇനി ഒരു പ്രശ്നമുള്ളത്, ഈ നിയ്യത്ത് എപ്പോഴാണ് ചെയ്യേണ്ടത്? നിയ്യത്ത് നവൈതു അല്ല ഉസല്ലി ഫർള സലാത്തുൽ മഗ്രിബി 3 റക്അത്ത് മുതവജ്ജിഹൻ ലിൽ ഖിബ്ലത്തി മഅൽ ഇമാമി ലില്ലാഹി തആല. മഗ്രിബ് എന്ന ഫർള് നിസ്കാരം 3 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഇമാമോടുകൂടി നിസ്കരിക്കുന്നു. ഇത് നിയ്യത്താണ്. ഇതെപ്പോൾ ചെയ്യണം? ഇത് ഒന്ന് നിയ്യത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൽ കരുതലാണ്, നാവ് കൊണ്ട് പറയലല്ല. ഇത് ആദ്യം മനസ്സിലാക്കണം. പലരും നാവ് കൊണ്ട് പറയലേ ഉള്ളൂ, മനസ്സിനതുമായിട്ട് ബന്ധം ഉണ്ടാവൂല, നിയ്യത്താവൂല. നാവ് കൊണ്ട് പറഞ്ഞില്ല, മനസ്സിൽ കരുതി, അത് നിയ്യത്താണ്. നാവ് കൊണ്ട് പറയും സുന്നത്ത് മാത്രമേ ഉള്ളൂ. അത് നാവ് കൊണ്ട് പറയണം എന്ന് പറഞ്ഞത് ഹൃദയത്തെ സഹായിക്കാൻ വേണ്ടിയാണ്. ഹൃദയവും നാവും തമ്മിൽ യോജിക്കാൻ വേണ്ടി, ഉറപ്പിക്കാൻ വേണ്ടിയാണ്. പറഞ്ഞതിന് ഉറപ്പ് വരുത്താനാണ്. നാവ് കൊണ്ട് പറയലല്ല കാര്യം, ഹൃദയത്തിൽ എന്ത് ചെയ്യണം? കരുതിയിരിക്കും. അതെപ്പോൾ കരുതണം? ഈ നിയ്യത്തിൽ ഈ വസ്വാസം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നിയ്യത്ത്. ചില ആളുകൾ കൈകെട്ടാൻ താമസിക്കും. എന്താണ് നിയ്യത്ത്? ശരി, പല പ്രാവശ്യം കളയും. ഈ 2 സൈസ് ശൈത്താന്മാരുണ്ട്. ഒളുവിൽ ശൈത്താനുണ്ട്, അവന്റെ പേര് വലഹാന. എന്താ പേര്? ഒളു കൊടുത്താൽ ശരിയാവൂല, മുൻകൈ കഴുകൽ, അവിടെ വലഹാൻ വരും. എത്ര പറഞ്ഞാലും ശരി, എത്ര ചെയ്താലും എന്താവൂല, മുൻകൈ തന്നെ ശരിയാവൂല. ആ ശൈത്താന്റെ പേര് വലഹാൻ. നിസ്കാരത്തിൽ വരുന്ന ശൈത്താന്റെ പേര് ഹൻസബ് എന്നാണ്. എന്താ പേര്? ഹൻസബ് എന്നൊക്കെ പറയും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒരു സഹാബി വന്ന് നബിയോട് പറഞ്ഞു, നബിയെ, ഞാൻ എത്ര നിസ്കരിക്കാൻ തന്നിട്ടും നിയ്യത്ത് അങ്ങ് ശരിയാവുന്നില്ല. നവൈത്തു എന്ന് പറഞ്ഞ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് ഹൻസബ് എന്ന് പറയുന്ന ഒരു ശൈത്താനാണ്. അത് പോകാൻ വേണ്ടി നീ ഒരു പണി ചെയ്താൽ മതി. നിസ്കരിക്കാൻ നിൽക്കുന്ന നെഞ്ചത്ത് കൈവച്ചിട്ട് പറയണം, റബ്ബി ഇന്നി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീനി വ യഹ്ദുറൂൻ എന്ന് പറയുക. നെഞ്ചത്ത് കൈവച്ചിട്ട് റബ്ബി ഇന്നി അഊദു ബിക, പടച്ചോനെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, മിൻ ഹമസാത്തി ശയാത്തീൻ, പിശാചിന്റെ സ്വാധീനം, അവന്റെ ഈ വസ്വാസുകൾ മനസ്സിലുണ്ടാവുന്നതിനെ തൊട്ട്. പിന്നെ വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ, റബ്ബേ അവൻ എൻ്റെ മനസ്സിൽ ഹാജരാകുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടുക. അല്ലെങ്കിൽ ഇജാക്ക പറഞ്ഞിട്ട് എന്ത് ഇയ്യാക്ക പറഞ്ഞ അവസാനം വിക്കുള്ളവർക്ക് അത് വിഷയം, അത് രോഗമാണല്ലോ. ഇത് വസ്വാസാണ്. വസ്വാസ് പിശാചിൽ എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കാൻ നല്ലതാണെന്ന് അല്ല. വസ്വാസ് നമ്മുടെ പിശാച് നമ്മുടെ നിസ്കാരം നഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. മനസ്സിലായില്ലേ? അത് വസ്വാസമുള്ളവർ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ദുആ ചെയ്യുക. നെഞ്ചത്ത് കൈവച്ച് നിസ്കാരത്തിന് മുമ്പ് ഈ ദുആ ചെയ്യുക. ഒന്നു കൊടുക്കുമ്പോൾ വസ്വാസാണെങ്കിൽ ഹൗദൻ കരയിലാണെങ്കിൽ തള്ളിയിട്ടാൽ മതി. ഒന്ന് തള്ളിയിട്ടാൽ പിന്നെ ജീവിതത്തിൽ ഹൗദിലേക്ക് എന്ത് ചെയ്യുക? ഒന്ന് തള്ളിയിടുക. ഈ നിയ്യത്ത് ശരിയാകാതെ പിന്നെ അവൻ ജീവിതത്തിൽ ഓർക്കും. തള്ളു കിട്ടുമെന്ന് മനസ്സിലായി പിന്നെ എന്ത് ചെയ്യില്ല? നീ ഒതുവിൽ വസ്വാസ് വരില്ല. വേറെ ആൾ തള്ളിയിട്ടാൽ മതി, അടി കിട്ടൂലെങ്കിൽ. നിസ്കാരത്തിലാണ് എന്ത് ചെയ്യുക? ഇങ്ങനെ കൈവച്ചിട്ട് നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഹൻസബ് എന്ന് പറയുന്ന ശൈത്താനാണ്. ഇടതുവശത്തേക്ക് നീ ഒന്ന് തുപ്പുകൂടി ചെയ്യുക. പള്ളി തുപ്പാനല്ലാട്ടോ പറഞ്ഞത്. തുപ്പും പോലെ എന്ത് ചെയ്യുക? അങ്ങനെ കാണിക്കുക. ഉറക്കത്തിൽ സ്വപ്നം കണ്ടാലും അങ്ങനെയാണ്. ഈ പ്രാർത്ഥന പറഞ്ഞിട്ട് ഇടതുവശത്തേക്ക് 3 പ്രാവശ്യം ഇങ്ങനെ, ഭാര്യയുടെ നേരെയല്ല, തുപ്പും പോലെ എന്ത് ചെയ്യുക?
3 പ്രാവശ്യം കാണിക്കുക. അത് പിശാചിനെ നിന്ദിക്കലാണ്, അതവന് ഫീൽ ചെയ്യും. അപ്പോൾ അവനെന്ത് ചെയ്യും? പൊക്കോളും. ആ പള്ളിയിലാണെങ്കിലും ഇങ്ങനെ ചെയ്യുക, തുപ്പും പോലെ നമ്മൾ എന്ത് ചെയ്യുക? ആംഗ്യം കാണിക്കുക. അപ്പൊ നിയ്യത്ത് ചെയ്യേണ്ടപ്പോഴാണ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന സമയത്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന സമയത്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഫർള് ഏതാ നിസ്കാരത്തിന്റെ? 1 നിയ്യത്ത്, 2 തക്ബീറത്തുൽ ഇഹ്റാം. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന സമയത്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്. അപ്പോ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മളെ കൊണ്ട് സാധിക്കുമോ? അത് അള്ളാഹു എന്ന അലിഫ് പറയാൻ തുടങ്ങുന്നതിൻ്റെയും ഇർ എന്ന റാ പറയുന്നതിൻ്റെയും ഇടയിൽ മനസ്സിൽ നിയ്യത്ത് ഉണ്ടാകണം. മനസ്സിൽ നിയ്യത്ത് ഉണ്ടാകണം. അതിനു മുമ്പ് പറയണം, തക്ബീറിനുമായിട്ട് പറയുകയും ഈ അക്ഷരങ്ങൾക്കിടയിലായിട്ട് നമ്മുടെ മനസ്സിൽ ആ നിയ്യത്ത് കൊണ്ടുവരുമ്പോൾ, ഏത് നിയ്യത്ത്? ഈ 10 കാര്യങ്ങളും മനസ്സിൽ വരണം. അത് നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല സാധാരണ രീതിയിൽ. നമ്മളെ കൊണ്ടെന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ കൊണ്ട് എന്ത് ചെയ്യില്ല, സാധിക്കില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ കൊണ്ട് കഴിയുന്നത്ര എന്ത് ചെയ്താൽ മതി, ഈ അള്ളാഹു അക്ബർ അത് നീട്ടാനും പാടില്ല. ഇപ്പോൾ ഈ സുജൂദിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അള്ളാഹ് നീട്ടിക്കൊണ്ട് വരാം. എവിടം വരെ നീട്ടാം? ഇൻതിദാൽ വരെ നീട്ടാം. പക്ഷെ തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുമ്പോൾ മാത്രം നീട്ടാൻ പറ്റില്ല, നീട്ടാനും പാടില്ല. ആ ചുരുങ്ങിയ സമയത്തിൻ്റെ ഒക്കെ 10 കാര്യങ്ങൾ മനസ്സിൽ, 10 കാര്യങ്ങളല്ല, ചിലർ പറഞ്ഞത് 14 ഫർളും കൂടി മനസ്സിൽ വരണം. അങ്ങനെ വരുത്താൻ പറ്റുമോ? സാധിക്കും. അത് സാധിക്കും. സാധിക്കുന്ന ആളുകൾക്ക് സാധിക്കും. അതിന് അള്ളാഹു കൊടുത്ത ഒരു ഔദാര്യം, ചില കറാമത്തുകളുണ്ട്. തൊയ്യുൽ അർള് തൊയ്യൽ കിതാബത്ത് എന്നൊക്കെ പറയുന്ന കറാമത്തുകളുണ്ട്, ഔലിയാക്കന്മാർക്ക് കൊടുക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന, എഴുതാൻ കഴിയുന്ന, വായിക്കാൻ കഴിയുന്ന കഴിവുണ്ട്. അതിന് അള്ളാഹു സമയത്തിൽ കൊടുക്കുന്ന ഒരു ബറക്കത്താണ്. അപ്പൊ നമ്മളൊക്കെ 10-100 വയസ്സ് ജീവിച്ചു, നമ്മുടെ മുൻഗാമികൾ 30-40 കൊല്ലം ജീവിച്ചു. നമ്മുടെ 100 വയസ്സിനേക്കാൾ എത്രയോ ഇരട്ടി 30 കൊല്ലം കൊണ്ട് അവർ ഈ ലോകത്ത് ചെയ്തിട്ടുണ്ട്. അത് അള്ളാഹു അവരുടെ സമയത്തിൽ കൊടുത്തൊരു ബറക്കത്താണ്. ആ ബറക്കത്ത് നമ്മുടെ സമയത്ത് കിട്ടിയില്ല എന്ന് പറയും പോലെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കാനുള്ള കഴിവ് അള്ളാഹു ചിലർക്ക് കൊടുക്കും. ആ കഴിവ് അള്ളാഹുവിൻ്റെ ഒരു ആദരവാണ്. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുള്ളൂ? ഈ പറഞ്ഞ രീതിയിൽ 100% സാധിക്കുള്ളൂ. നമ്മൾ എന്ത് ചെയ്താൽ മതി? കഴിവിൻ്റെ പരമാവധി അത് ഈ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന സമയത്തിനിടയിൽ മനസ്സിൽ ഇത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കും. ചുരുങ്ങിയത് എത്രയെങ്കിലും മുസല്ലി ഫർള് ളുഹ്രി, മുസല്ലി അതാണല്ലോ നിർബന്ധമുള്ളത്, അത്രയെങ്കിലും മനസ്സിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ഈ നിസ്കാരത്തിൽ നമ്മുടെയൊക്കെ ഒരു പ്രശ്നമാണ് എന്താണ്? നിസ്കരിക്കാൻ നിന്ന ഒരുപാട് കാര്യങ്ങൾ മനസ്സിലേക്ക് വരും, അല്ലേ? ഭയഭക്തി കിട്ടുന്നില്ല. ഈ ഭയഭക്തി നിയ്യത്തിൽ മുതൽ നമ്മളെ പഠിപ്പിക്കാനാണ് ഇത് പറഞ്ഞത്. മനസ്സുകൊണ്ട് കരുതണം, നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ. അപ്പം മനസ്സും പ്രവൃത്തിയും നിസ്കാരത്തിൽ എന്ത് ചെയ്യണം? യോജിച്ചു വരണം. യോജിച്ച് ഫാത്തിഹ ഓതുന്നു, മനസ്സ് വേറെ എവിടെയാണ്? പറ്റൂല. നിസ്കാരം ശരിയായെന്നിരിക്കും, പക്ഷെ അതിനൊന്നും കൂലി കിട്ടൂല. ഫാത്തിഹ ഓതി നിസ്കാരം ശരിയാവില്ല, നിസ്കാരം ശരിയാവും, പക്ഷെ അതിന് കൂലി കിട്ടൂല. ഓഫർ ചെയ്ത കൂലി കിട്ടുന്ന എന്ത് ചെയ്യണം? ഭയഭക്തി കൂടി വേണം. ഫാത്തിഹ ഓതുമ്പോൾ മനസ്സും എവിടെയാകണം? ഫാത്തിഹയിലാകണം. റുക്കൂ ചെയ്യുമ്പോൾ മനസ്സും റുക്കൂയിലാകണം. സുജൂദ് ചെയ്യുമ്പോൾ മനസ്സും എന്ത് ചെയ്യണം? സുജൂദിലാകണം. അത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യല്ല, സാധാരണ രീതിയിൽ എപ്പോഴും സാധിച്ചോളുന്നില്ല. അതിന് ചില ട്രിക്കുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നിസ്കാരം ഉൾപ്പെടെ ഇസ്ലാമിലെ ഏത് ഇബാദത്തിനും 2 വശമുണ്ട്. ഒന്ന് അതിൻ്റെ ബാഹ്യവശമാണ്, മറ്റൊന്ന് ആന്തരിക വശമാണ്. ആത്മീയത, ഭൗതികത എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ഭൗതികമായ നിസ്കാരമാണ് 14 ഫർളുകൾ ഉൾക്കൊണ്ടുള്ള നിസ്കാരം. അതിപ്പോൾ ആർക്കും ചെയ്യാം. പക്ഷെ അതിൻ്റെ ഒരു ആത്മീയതയുണ്ട്. ആത്മീയത ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിസ്കാരം എല്ലാവരെയും കൊണ്ടും കഴിയില്ല. എല്ലാത്തിനും അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു പർവ്വതം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പർവ്വതത്തിന്റെ മുകളിൽ കാണുന്ന ഒരു ഭാഗമുണ്ട്, അടിയിലേക്ക് ഇല്ലേ? അടിയിലേക്കുണ്ട്. എല്ലാത്തിനും അങ്ങനെ ഉണ്ട്. കടലിന് നമ്മൾ കാണുന്ന ഒരു പുറം ഭാഗമുണ്ട്, അതിൻ്റെ ഒരു അടിഭാഗമുണ്ട്. അതിന് അടിഭാഗമാണ് അതിൻ്റെ ആത്മീയത, ആന്തരികത. നിസ്കാരത്തിന് കാണുന്ന ഒരു രൂപമുണ്ട്, അതിൻ്റെ ഒരു ആത്മീയമായൊരു ചൈതന്യമുണ്ട്. ആത്മീയമായ ചൈതന്യമില്ലാത്ത നിസ്കാരം ഒന്നും ചെയ്യില്ല. സത്യത്തിൽ നിസ്കാരം ഒരു സംസ്കാരമാണ്. ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. അതിനർത്ഥം നിസ്കാരം മനുഷ്യനെ സർവ്വ തിന്മകളിൽ നിന്നും മാറ്റി നിർത്തും. അപ്പൊ നിസ്കരിക്കുന്ന ഒരാളാണോ ഒരു തിന്മ ജീവിതത്തിൽ ചെയ്യൂല. പക്ഷെ ഇന്നത്തെ നിസ്കാരക്കാരെ നമ്മുടെ അവസ്ഥ എന്താ? നിസ്കാരം കഴിഞ്ഞാൽ തിന്മയിലേക്കാണ്. എന്തുകൊണ്ട് നമ്മുടെ നിസ്കാരം ഈ തിന്മയെ തടയുന്നില്ല? നിസ്കാരമായി മാറുന്നില്ല. നിസ്കാരമായിട്ട് മാറുന്നത് എന്തുകൊണ്ട്? നിസ്കാരത്തിന്റെ ബാഹ്യരൂപം മാത്രമേ ഉള്ളൂ, അതിന്റെ ആത്മീയത, ആന്തരികതയില്ല. നോമ്പിന്റെ ബാഹ്യരൂപമാണ് ഏത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി എടുക്കുക. അതിന്റെ ആത്മീയ രൂപം ഏതാ? ആന്തരികത ഏതാ? തഖ്വയാണ്. നോമ്പൊടിക്കുന്ന ഒരാൾ ആരായി മാറണം? മുത്തക്കിയായി മാറണം. പക്ഷെ റമദാൻ കഴിയുമ്പോൾ ആരില്ല, മുത്തക്കിയാവുന്നില്ല. എന്തുകൊണ്ട്? ആത്മീയത കിട്ടിയിട്ടില്ല. നിസ്കാരത്തിന്റെ ആത്മീയത ഇല്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്.
അതിന് നമ്മൾ കാര്യമായി മനസ്സിലാക്കണം. ഈ ആത്മീയത ഉണ്ടാകാൻ വേണ്ടി ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ നിസ്കാരത്തിലെ ഭയഭക്തി എന്ന് പറയുന്നത് നിസ്കാരത്തിൽ മാത്രം ഉണ്ടാക്കേണ്ട ഒരു കാര്യമല്ല. നിസ്കാരത്തിന്റെ വെളിയിലും ഭയഭക്തി ഉള്ളവനെ നിസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാകും. അതാദ്യം മനസ്സിലാക്കണം. ജീവിതം മുഴുവനും ളുഹർ ബാങ്ക് വിളിക്കുന്നവരെ ചെയ്തത് കള്ളക്കച്ചവടമാണ്. പരമാവധി ആളുകളെ പറ്റിച്ചിട്ടുണ്ട്, ഡാമേജുള്ള സാധനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്, കള്ളസത്യം ചെയ്തിട്ടുണ്ട്. ളുഹർ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്നുണ്ട്, അവന്റെ നിസ്കാരത്തിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഖുശൂ കിട്ടൂല. ഖുശൂ കിട്ടൂല. കാരണം എന്താ? നിസ്കാരത്തിന് വെളിയിൽ ഭക്തിയുള്ളവനെ, പടച്ചവനെ പേടിയുള്ളവനെ നിസ്കാരത്തിൽ എന്ത് ചെയ്യുള്ളൂ, ഭക്തി വരുള്ളൂ. അപ്പോൾ ഭക്തി എന്നുള്ളതും തഖ്വ എന്നുള്ളതും നിസ്കാരത്തിൽ മാത്രമല്ല, ഒരു മനുഷ്യന്റെ, ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കച്ചവടക്കാരൻ നിസ്കരിക്കാൻ വന്ന് നിൽക്കുമ്പോൾ കച്ചവടത്തെ കുറിച്ച് ഓർക്കുന്നത്. ഒരിക്കലും ജമാഅത്ത് നടന്നു, ഇമാമും ജമാഅത്ത് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഒരു മാമൂമ ഒന്ന് പറഞ്ഞു, ളുഹർ 3 നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞു. ളുഹർ അപ്പൊ ഇമാം പറഞ്ഞാൽ ഞാൻ 4 നിസ്കരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞില്ല, നിങ്ങൾ 3 നിസ്കരിച്ചിട്ടുള്ളൂ. അപ്പൊ ചോദിച്ചു, എനിക്ക് എന്താ ഇത്ര ഉറപ്പൊന്ന് ചോദിച്ചു. ഞാൻ സാധാരണ ളുഹർ നിസ്കരിക്കാൻ നിന്ന 4 കടയുണ്ടെങ്കിൽ ഓരോ റക്കാത്തിൽ ഓരോ കടയുടെ കാര്യങ്ങൾ ആലോചിക്കാറുണ്ട്. ഇന്ന് 3 കടയുടെ കാര്യം ആലോചിച്ചു. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, സലാം വീട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അവന്റെ കണക്ക് അതാണ്. എന്തുകൊണ്ട്? അവന് ഭക്തി, നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാവൂല അവന്. കാരണം എന്താ? നിസ്കാരത്തിന്റെ വെളിയിൽ അപ്പൊ അന്തക്കൂന ഖാരിജ സലാത്തി, നിസ്കാരത്തിന്റെ വെളിയിൽ നീ ആകണം. കഅന്നക ഫി സലാത്തി, നിസ്കാരത്തിലായതുപോലെ ആകണം. നിസ്കാരത്തിൽ റബ്ബിന്റെ മുന്നിലാണ്. ഈ റബ്ബ് എവിടെയുണ്ട്? നിസ്കാരത്തിന്റെ വെളിയിലും നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിന്റെ കച്ചവടം കൃത്യമായി റബ്ബ് കാണുന്നുണ്ട്. നിന്റെ രഹസ്യ ജീവിതം കൃത്യമായി പടച്ചവൻ കാണുന്നുണ്ട്. ഈ ബോധമുള്ളവനെ നിസ്കാരത്തിൽ എന്ത് ചെയ്യുള്ളൂ, ഭയഭക്തി ഖുശൂ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ഭക്തി എന്ന് പറയുന്ന സാധനം, നമ്മൾ ഈ നെറ്റ് ഓൺ ആക്കൂലേ, മൊബൈലിൽ നെറ്റ് ഓൺ ആക്കിയാൽ കണക്ഷൻ കിട്ടി, നെറ്റ് ഓഫ് ആക്കിയാൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ തക്ബീർ കിട്ടുമ്പോൾ എന്ത് ചെയ്യും, ലൈവായിട്ട് കണക്ഷൻ കിട്ടി. സലാം കിട്ടുന്നതോടുകൂടി എന്ത് ചെയ്തു, നെറ്റ് ഓഫ് ആകുമ്പോലോ അങ്ങനെയുള്ള സാധനമല്ല. ഇത് 24 മണിക്കൂറും കിട്ടേണ്ട ഒരു നെറ്റാണിത്. ഇത് കണക്ഷനാണ്, പടച്ചവനുമായിട്ടുള്ള ബന്ധം. അതില്ലാത്ത ഒരാൾക്ക് നിസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാക്കാൻ കഴിയില്ല. അത് നമ്മൾ എപ്പോഴും അബ്ദുള്ളയായി തീരണം, അള്ളാഹുവിന്റെ അടിമയായി തീരണം. അബ്ദുൽ ദീനാറാകരുത്, പൈസയുടെ അടിമയാകരുത്. ദുനിയാവിന്റെ അടിമയാകുമ്പോഴാണ് നമുക്ക് നിസ്കാരത്തിൽ ദീനും നിസ്കാരത്തിന്റെ വെളിയിൽ ദീനും. നിസ്കാരത്തിൽ 14 ഫർളും സൂക്ഷിക്കും, സുന്നത്തൊക്കെ സൂക്ഷിക്കും. നിസ്കരിച്ച് കഴിഞ്ഞിറങ്ങിയാൽ കച്ചവടത്തിൽ എന്തില്ല, കച്ചവടത്തിൽ ഫർളില്ലേ, കച്ചവടത്തിൽ സുന്നത്തില്ലേ. കച്ചവടത്തിൽ ഫർളും സുന്നത്തും നോക്കാത്ത കാരണം എന്താ? അത് അബ്ദുള്ളയല്ല, അബ്ദുൽ ദീനാറാണ്, അബ്ദുൽ ദുനിയാണ്. അതുകൊണ്ട് ഭക്തി ഒരാൾക്ക് നിസ്കാരത്തിൽ ഇല്ലെന്ന് പരാതി പറയുന്നുണ്ടെങ്കിൽ നിസ്കാരത്തിന്റെ വെളിയിൽ എന്തില്ല, ഭക്തിയില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. രണ്ടാമത്തത് പടച്ചോനെ അറിയുക എന്നുള്ളതാണ്. ഭക്തി ഉണ്ടാകുന്നതിന്റെ കാരണം എന്താ? അള്ളാഹുവിനെ അറിഞ്ഞിട്ടില്ല. അള്ളാഹുവിനെ അറിഞ്ഞാൽ അള്ളാഹുവിനോട് എന്തുണ്ടാവും, ഭക്തി ഉണ്ടാവും. നമ്മൾ നിൽക്കുന്ന എവിടെയാണ്? റബ്ബിന്റെ മുന്നിലാണ്. ആ റബ്ബ് ആരാണ്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ ആദ്യം അറിയണം, അള്ളാഹു അല്ലാതെ ഇലാഹില്ലെന്ന് നീ അറിയണം, എന്നിട്ട് നിസ്കരിക്കണം. അള്ളാഹുവിനെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയാൽ നമ്മൾ എന്ത് ചെയ്യില്ല, ആ അള്ളാഹുമായുള്ള മുനാജാത്തിൽ അള്ളാഹുവിനെ വിട്ട് വേറെ സ്ഥലത്തേക്ക് നമ്മുടെ ചിന്ത പോകില്ല. സുബ്ഹാനല്ലാഹ്.